നമസ്കാരം. ചില സങ്കടങ്ങൾ നമ്മളെ എപ്പോഴും പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ചിലർക്ക് എപ്പോഴും മനപ്രയാസമാണ്. ദുഃഖമൊഴിഞ്ഞ സമയമുണ്ടാകില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എപ്പോഴും വിഷമിച്ചുകൊണ്ടേയിരിക്കാൻ വിധിക്കപ്പെട്ട കുറച്ച് നക്ഷത്ര ജാതകർ. ഇന്ന് മാറും നാളെ മാറും എന്ന പ്രതീക്ഷയിലാണ് ഈ നക്ഷത്ര ജാതകർ. ഒന്നൊഴിയുമ്പോൾ മറ്റൊരു തരത്തിൽ വീണ്ടും ഇവരെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ മാറ്റം ഈ ഫെബ്രുവരി 6 മുതൽ വന്നു ചേരാൻ പോവുകയാണ്. ഇവരുടെ ഫലം പരിശോധിച്ചപ്പോൾ ഏറ്റവും അവിശ്വസനീയമായ രീതിയിൽ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ, ഒത്തിരി വിജയങ്ങൾ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി സാധിക്കുന്നു. നാളെ ഫെബ്രുവരി 6 തുലാരാശിക്ക് ചന്ദ്രാഷ്ടമമാണ്. അതുകൊണ്ട് തന്നെ തുലാരാശിക്കാർ അല്പം ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോവുക. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും തുലാരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമമാണ്. അത് ഇവർക്ക് കുറച്ച് സങ്കടങ്ങൾ ഉണ്ടാക്കുവാനുള്ള കാരണമുണ്ട്. അതായത് തുലാരാശിയിലെ ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ചന്ദ്രാഷ്ടമമായതിനാൽ ഒരുപക്ഷെ ധനനഷ്ടങ്ങളാകാം, അതല്ലെങ്കിൽ ആരുമായെങ്കിലും വഴക്ക് കൂടുന്നതാകാം, കാര്യകാരണമില്ലാതെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നു ചേരുന്നതാകാം. തുലാരാശിക്കാരെ സംബന്ധിച്ച് ഈ 2 ദിനം വ്യാഴവും വെള്ളിയും ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്ര ജാതകർക്ക് ചന്ദ്രാഷ്ടമമായതിനാൽ അല്പം ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകണം. എന്നാൽ ഫെബ്രുവരി 6 മുതൽ വരുന്ന 41 ദിവസത്തിനകം ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന, അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ഇവർക്ക് ഭാഗ്യമാണ്, നേട്ടമാണ്. നാളെ ഫെബ്രുവരി 6 തൃക്കാർത്തികയാണ്. മുരുക വഴിപാട് ചെയ്യുക. സകല സൗഭാഗ്യവും തരും മുരുകൻ. നമുക്കെത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖങ്ങളൊക്കെ ഒഴിച്ചു തരും സർവശക്തനായ ഭഗവാൻ മുരുകൻ. ജീവിതത്തിലെ സകല ആഗ്രഹവും നടത്തിത്തരും മുരുക ഭഗവാൻ. അങ്ങനെ മുരുക ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിലെ സകലവിധ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന, ഭാഗ്യം എപ്പോഴും കൂടെ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. ഇത് എടുത്തു പറയാൻ കാരണം ഈ നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല സമയം ഇവരുടെ മുന്നിൽ തെളിയുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ്. ജീവിതത്തിൽ ഇനി വല്ലതും അനുഭവിക്കാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ തന്നെ പറയും, ഞാൻ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി എന്ത് പരീക്ഷണമാണ് എൻ്റെ മേൽ ഇനി ചൊരിയാനുള്ളത്? എന്നാൽ വലിയൊരു മാറ്റം, വലിയൊരു ജീവിത വിജയം, ധാരാളം ധനം, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ കഴിയുന്ന സമയമാണ് ഈ പറയുന്ന 7 നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കുന്നത്. ഫെബ്രുവരി 6 മുതൽ ജീവിത ഉയർച്ച നേടുന്ന, അല്ലെങ്കിൽ കഷ്ടതകൾ അവസാനിച്ച് ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയുന്ന, നല്ല ജോലി ലഭിക്കുന്ന, വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കുന്ന, സകലവിധ മനപ്രയാസങ്ങളും മാറി ഇഷ്ടകാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ഫെബ്രുവരി 6 മുതൽ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ കഷ്ടതകൾ അവസാനിച്ച് നേട്ടത്തിലേക്ക് എത്തുന്ന നക്ഷത്ര ജാതകർ. ഇത് എടുത്തു പറയാൻ കാരണം മുരുക ഭഗവാന്റെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകരുടെ മേൽ ഉണ്ട് എന്ന് തന്നെയാണ്. മുരുകൻ ഇവരെ കാത്തുകൊള്ളും. മുരുകന്റെ ഒരു വലിയ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകരുടെ മേലുണ്ട്. മുരുകക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക. അത് മുരുകൻ കേട്ടുകൊള്ളും. നിങ്ങളുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറും. ഈ 7 നക്ഷത്ര ജാതകർക്ക് പ്രത്യേകിച്ച് വലിയൊരു നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത്. ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. പ്രാർത്ഥന വേണം, പൂജകൾ ചെയ്യണം. അങ്ങനെ പ്രാർത്ഥന, പൂജ ഒക്കെ ചെയ്യാൻ സമയം കിട്ടാത്ത, ഇപ്പം വിദേശ രാജ്യത്തൊക്കെ ഉള്ളവരാണ് എങ്കിൽ ചിലപ്പോൾ ക്ഷേത്രത്തിലൊന്നും പോകാൻ കഴിയില്ല. അങ്ങനെ പോകാൻ കഴിയാത്തവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ധാരാളം പേരാണ് എഴുതുന്നത്.
അതുകൊണ്ട് നിങ്ങളുടെ പേരും എഴുതുക, നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും. എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കുന്ന, ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും നേടാൻ കഴിയുന്ന, ഒരു ജോലി ഒക്കെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ജീവിതത്തിലെ ഈ ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞ് സന്തോഷത്തോടു കൂടി കഴിയാൻ ആഗ്രഹിക്കുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തികയ്ക്ക് ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പോകാൻ ഇത് കാരണമാകുന്നു. ഇവർക്ക് ഐശ്വര്യമാണ്. നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചില ദോഷങ്ങളൊക്കെ വന്നു ചേരും. കാർത്തികയെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും അറിയാതെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരു പുതിയ വിളക്ക് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വാങ്ങിക്കൊടുത്ത് അത് നെയ്യൊഴിച്ച് കത്തിച്ച് പ്രാർത്ഥന നടത്തുക. സകല അപരാധങ്ങളും പുറത്ത് എനിക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരണമേ, ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം വന്നു ചേരും. ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. ആഭിചാരദോഷങ്ങൾ, സ്ത്രീ ശാപങ്ങൾ, ഇവയൊക്കെ നിങ്ങൾ പലവിധ വഴിപാടുകൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ പ്രാക്ക് ദോഷം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച വന്നു ചേരില്ല. അപ്പോൾ കാർത്തിക നക്ഷത്ര ജാതകർ ഒരു വിളക്ക് വാങ്ങി ദേവീക്ഷേത്രത്തിൽ നൽകി, ഒരു പുതിയ വിളക്ക് വാങ്ങി ദേവീക്ഷേത്രത്തിൽ നൽകി അതിനകത്ത് നെയ്യൊഴിച്ച് കത്തിച്ച് പ്രാർത്ഥന നടത്തി സകല അപരാധങ്ങളും മാറിക്കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. നിങ്ങൾക്ക് ഒരു വലിയ നേട്ടം വന്നു ചേരാൻ പോവുകയാണ്. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിത ദുഃഖങ്ങൾക്കും ഫലമെന്ന വണ്ണം ഒരു വലിയ നേട്ടം പുണർതം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ്. അശ്വരാട ദേവിയുടെ മന്ത്രം ജപിക്കുക. അത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. ദേവിയെ പ്രാർത്ഥിക്കണം. ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ പുണർതം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അസുലഭമായ അവസരങ്ങൾ വന്നു പിറക്കുന്നതായി കാണുവാൻ സാധിക്കും. പുണർതത്തിന് ഇനി സമയം മാറുകയാണ്. എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന പുണർതം നക്ഷത്ര ജാതകർക്ക് അതൊക്കെ സാധിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. പുണർതം നക്ഷത്ര ജാതകർക്ക് അങ്ങനെ ഒരു മഹാഭാഗ്യത്തിലേക്ക്, മഹാ ഉയർച്ചയിലേക്ക് പുണർതം നക്ഷത്ര ജാതകർ എത്തുകയാണ്. അശ്വരാട ദേവിയുടെ മന്ത്രം ജപിക്കുക. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സമയമാണ്. ധനം ധാരാളം വന്നു ചേരും. കർമ്മമേഖലയിൽ വിജയമുണ്ടാകും. വീട് വെക്കണമെന്ന ആഗ്രഹം സഫലമാകും. വിദേശ രാജ്യത്ത് പോകണമെന്ന ആഗ്രഹം സഫലമാകും. ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ പുണർതത്തിന് മാറിക്കിട്ടുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം മഖമാണ്. വെള്ളത്താമരപ്പൂവ് ദേവിക്ക് സമർപ്പിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളത്താമരപ്പൂവ് ദേവിക്ക് സമർപ്പിച്ച് മകം നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സകല ദുഃഖങ്ങളും മാറിക്കിട്ടുന്നതായി കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച മകം നക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിയുകയാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി നേട്ടങ്ങൾ മാത്രം നേടിയെടുക്കാൻ ഇനി മകത്തിന് കഴിയും. അങ്ങനെ ഒരു വലിയ ഭാഗ്യം, വലിയൊരു നേട്ടം മകം നക്ഷത്ര ജാതകർക്ക് മുന്നിൽ തെളിയുകയാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. മകം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ആരെയും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവ പ്രകൃതക്കാരാണ്. ആരോടും വിരോധമൊന്നുമില്ല. നല്ല പ്രവൃത്തി ചെയ്യുന്നവരാണ്. വാക്ചാതുര്യവും ദയാശീലരുമാണ്. സ്നേഹിച്ചവരെ ചങ്ക് വരെ പറിച്ചു നൽകാൻ മനസ്സുള്ളവരുമാണ് മകം നക്ഷത്ര ജാതകർ. പക്ഷെ പലപ്പോഴും പല അബദ്ധങ്ങളിലും ഇവർ ചെന്ന് ചാടാറുണ്ട്. ആ നക്ഷത്ര ജാതകർ
തീർച്ചയായും ഒരു വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഇനി എത്തുന്നത്. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം അത്തമാണ്. ഒരു പുത്തൻ വിളക്ക് ദൈവം കത്തിച്ച് ദേവിയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ. അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. അത്തത്തിൻ്റെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയമാണ്. ജീവിതത്തിലെ ക്ലേശതകളൊക്കെ മാറിക്കിട്ടി നല്ല ധനം സമ്പാദിക്കാൻ, നല്ല വീട് വെക്കാൻ, ഒരു ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ, അങ്ങനെ പലതരത്തിലുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാൻ അത്തത്തിന് ഇനി കഴിയും. അത്തത്തിന് ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുക, സകല സങ്കടങ്ങളും മാറിക്കിട്ടും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളെ സംബന്ധിച്ച് ഇനി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും. അടുത്ത നക്ഷത്രം പൂരമാണ്. സകല ദുരിതവും മാറിക്കിട്ടുന്ന സമയം. ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഹനുമാന് വടമാല ചേർത്തി പ്രാർത്ഥന നടത്തുക. അതുമതി ജീവിതം മാറിക്കിട്ടാൻ, ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറിക്കിട്ടാൻ. ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ ഇനി ഇവർക്ക് കഴിയും. അടുത്ത നക്ഷത്രം രേവതിയാണ്. ദേവീ മന്ത്രങ്ങൾ കേൾക്കുക, ഭയമില്ലാതെ ജപിക്കുക. ദുഃഖങ്ങൾ വരുമ്പോൾ പതറാതിരിക്കുക, നല്ല തൻ്റെ ഇടത്തോടു കൂടി നിൽക്കുക. നിങ്ങളെ സംബന്ധിച്ച് ഇനി നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കേണ്ടവർ തന്നെയാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടേണ്ടവർ തന്നെയാണ്. അങ്ങനെ വലിയൊരു നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും. ഇനി നിങ്ങളെ സംബന്ധിച്ച് നല്ല നാളുകൾ തന്നെയാണ്. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയാൻ ജാതകം വേണ്ടുന്നവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. തീർച്ചയായും അയച്ചു തരും. നന്ദി, നമസ്കാരം.